അമേരിക്ക വിദേശികളായ സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് നൽകുന്ന H-1B വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരാണ്. കഴിഞ്ഞ വർഷം H-1B വിസ ലഭിച്ചവരിൽ 70%-ലധികവും ഇന്ത്യക്കാരാണെന്നാണ് കണക്ക്. H-1B വിസയിൽ US-ലെത്തി ജോലി ആരംഭിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൂട്ടപ്പിരിച്ചുവിടലിനെ തുടർന്ന് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? പുതിയൊരു ജോലി കണ്ടെത്താനോ വിസ സ്റ്റാറ്റസ് മാറ്റാനോ അനുവദനീയമായ സമയം അല്ലെങ്കിൽ ഗ്രേസ് പീരീഡ് 60 ദിവസം മാത്രമാണ്. ഗ്രേസ് പീരീഡിന് ശേഷം US-ൽ തുടർന്നാൽ നിങ്ങളുടെ നിയമപരമായ പരിരക്ഷ നഷ്ടമായി വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഇത്തരം സാഹചര്യം നേരിടേണ്ടി വരും മുൻപേ സ്വന്തം നിലയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് ഇന്ത്യൻ വംശജനും ഹൂസ്റ്റൺ കേന്ദ്രീകരിച്ചുള്ള ഇമിഗ്രേഷൻ അഭിഭാഷകനുമായ രാഹുൽ റെഡ്ഡി. കൂട്ടപ്പിരിച്ചുവിടൽ അല്ലെങ്കിൽ ലേ ഓഫ് നേരിടുമ്പോൾ പല H-1B വിസ ഉടമകളും എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ച് പോകുകയാണെന്ന് അദ്ദേഹം പറയുന്നു. കൂട്ടപ്പിരിച്ചുവിടൽ തന്നെ ബാധിക്കില്ലെന്ന് വിസ ഉടമകൾ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. തൊഴിൽ നഷ്ടത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തനായി വരുമ്പോഴേക്കും അല്ലെങ്കിൽ പുതിയൊരു തൊഴിൽദാതാവിനെ കണ്ടെത്തി H-1B വിസ ട്രാൻസ്ഫർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോഴേക്കും ഗ്രേസ് പീരീഡായ 2 മാസ കാലയളവ് കഴിഞ്ഞു പോയേക്കാമെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നു. നിരവധി പേർ ഇത്തരത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കമ്പനി നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തങ്ങളുടെ ജോലിയും സുരക്ഷിതമായിരിക്കുമെന്നാണ് എല്ലാവരും ചിന്തിക്കുകയെന്ന് അഭിഭാഷകൻ പറയുന്നു. ജോലി നഷ്ടപ്പെട്ടാലും അമേരിക്കൻ തൊഴിൽ വിപണിയിൽ പുതിയ ജോലി കണ്ടെത്താൻ എളുപ്പമായിരിക്കുമെന്നും ചിലർ കരുതുന്നു. കൂടാതെ കൂട്ടപ്പിരിച്ചുവിടൽ നേരിട്ടാലും കമ്പനി അധികൃതർ പുനർവിചിന്തനം നടത്തിയേക്കുമെന്ന് കരുതി മറ്റു ചിലർ തുടർ നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെ കാത്തിരിക്കും. ഇതൊക്കെ ഗ്രേസ് പീരീഡ് നഷ്ടപ്പെടാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങളാണെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. ഓരോ H-1B വിസ ഉടമകൾക്കും ഒരു പ്ലാൻ ബി ഉണ്ടാകണമെന്നാണ് അഭിഭാഷകന്റെ പക്ഷം. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നത് പ്രധാനമാണെന്നും അദ്ദേഹം പറയുന്നു. അഭിഭാഷകന്റെ അഭിപ്രായത്തിൽ പ്ലാൻ ബി ഇവയാണ്: ജോലി നഷ്ടപ്പെടുന്ന പക്ഷം സമയബന്ധിതമായി B2 വിസിറ്റർ സ്റ്റാറ്റസ് ഫയൽ ചെയ്യുന്നതിലൂടെ അമേരിക്കയിൽ അധികകാലം നിലനിൽക്കാനാകും. എന്നാൽ ഇക്കാലയളവിൽ ജോലി ചെയ്യാനാകില്ല. ചിലർ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ എൻറോൾ ചെയ്ത് F1 സ്റ്റുഡന്റ് സ്റ്റാറ്റസിലേക്ക് മാറും. അതുവഴി US-ൽ നിയമപരമായി തുടരാനാകും. ജോലി നഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പങ്കാളിക്ക് H-1B വിസ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് H-4 വിസ നേടാം. H-1B വിസ ഉടമകളുടെ പങ്കാളികൾക്ക് US അനുവദിക്കുന്ന വിസയാണ് H-4. അതേസമയം ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനമെടുക്കുന്നത് മണ്ടത്തരമായിരിക്കുമെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നു. ജന്മനാട്ടിലേക്ക് മടങ്ങുന്നത് ലളിതമായി തോന്നാമെങ്കിലും അതിൽ ചില അപകടം പതിയിരിപ്പുണ്ട്. അമേരിക്കയിൽ നിന്ന് പുറത്തുപോയി വീണ്ടും H-1B വിസയ്ക്ക് ശ്രമിക്കുമ്പോൾ സെപ്റ്റംബറിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ $1 ലക്ഷം അപേക്ഷാ ഫീസ് വിലങ്ങുതടിയായേക്കാമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. H-1B വിസയുടെ അപേക്ഷാ ഫീസിനെ കുറിച്ചുകൂടി വിശദമായി നോക്കാം. അമേരിക്കൻ ഭരണകൂടം H-1B വിസയുടെ അപേക്ഷാ ഫീസ് $1 ലക്ഷം ഉയർത്തിയത് വലിയ ചർച്ചയായിരുന്നു. $2,000 $5,000 ഇടയിലുണ്ടായിരുന്ന ഫീസാണ് $1 ലക്ഷം വർദ്ധിപ്പിച്ചത്. H-1B വിസയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് ഇത് കനത്ത തിരിച്ചടിയായി. ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം H-1B വിസ ഉടമകളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് പുതിയതായി H-1B വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ് ഫീസ് ബാധകമാകുക എന്ന് വ്യക്തമാക്കി വൈറ്റ് ഹൗസ് രംഗത്തെത്തി. അതേസമയം H-1B വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായ ഇന്ത്യക്കും ഇത് കനത്ത തിരിച്ചടിയാണ്.